അങ്ങനെ വിഷു എല്ലാം കഴിഞ്ഞു അല്ലേ, ഇപ്പോൾ വെക്കേഷനും കൂടിയല്ലേ, അപ്പം ട്രിപ്പെല്ലാം നമ്മൾ പോകില്ലേ. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം പോയത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിൽ രാമക്കൽമേട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞങ്ങൾ പോയത്. അവിടെ ആമപ്പാറ എന്ന് പറയുന്നൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിട്ട് നേരെ ആമപ്പാറ അവിടെയാണ് എത്തിയത്. ആമപ്പാറ എന്ന് പറയുന്ന ഈ ഒരു പേര് വന്നത്, അത് ഈ പാറ നോക്കുമ്പോൾ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ ആമ കിടക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് കരിങ്കല്ല് അതിൻ്റെ ഇടയിലൂടെയൊക്കെ പോകണം. പുറത്ത് നല്ല വ്യൂ ആണ്. ഈ ആമപ്പാറേൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകണം, കാണുന്നില്ല ഇപ്പോൾ ഇതിലൂടെ ഇങ്ങനെയൊക്കെ പോകണം. കുറച്ചൊരു റിസ്ക്കുള്ള പരിപാടി ആണെങ്കിലും നല്ലൊരു എനിക്കിഷ്ടമായി കേട്ടോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു, നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് കാറ്റടിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. നല്ല കാറ്റാണ്. അപ്പം നല്ല രസമായിരിക്കും കേട്ടോ. ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. അങ്ങനെ ഞാനും പോയി. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വന്നത് ഉണ്ണിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവനും ഇഷ്ടമായിട്ടുണ്ട്, ഫ്രണ്ട്സിനെല്ലാം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഞാനും പോയി. അങ്ങനെ നല്ലൊരു പ്ലേസാണ് ഈ ആമപ്പാറ എന്ന് പറയുന്നത്. എന്തായാലും പോയി നോക്കൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ രാമക്കൽമേട് എന്ന് പറയുന്ന പേര് വരാൻ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ശ്രീരാമന് സീതയെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ആ കാലത്ത് ഈ കാണുന്ന തമിഴ്നാട് കൃഷിസ്ഥലമായിരുന്നു. അപ്പോൾ ഈ കടലായിരുന്നു കൃഷിസ്ഥലം എന്ന് പറയുന്നത്. കൃഷിസ്ഥലം പണ്ട് ശ്രീരാമൻ വന്ന സമയത്ത് കടലായിരുന്നു. ഈ കടൽ വറ്റിയിട്ടാണ് ഇത്ര ഹൈറ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്. ശ്രീരാമന് ഹൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ അന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഈ ഒരു പ്രദേശം കണ്ടില്ല, അതാണ് ആ കുന്ന് കേട്ടോ. അതിൻ്റെ മുകളിലാണ് പണ്ട് ശ്രീരാമൻ ഇരുന്നതെന്നാണ് പറയുന്നത്. ആ മലയാണെങ്കിൽ ഇങ്ങനെ പീസായിട്ടാണ് വെച്ചത് കേട്ടോ. താഴെ കാണുന്നതൊക്കെ ആയിരുന്നു ഈ തമിഴ്നാട് കൃഷി. അവിടെ ഇപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ടേക്കൊക്കെ ഇറങ്ങി കേട്ടോ. നല്ല വൈബാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് കുറുവൻ കുറുത്തി സ്റ്റാച്യൂവിൽ കേട്ടോ.